നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചിലപ്പോ തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാ ഞാൻ പിന്നെ. ഓ മനസ്സിലായി. ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കാനാണ് ഷർട്ട് അയൺ ചെയ്യാൻ പറഞ്ഞത്. അതും മനസ്സിലായില്ലേ? മനസ്സിലായി. മുല്ലപ്പൂ വാങ്ങാൻ പോയ വിവരം അപ്പൊ തന്നെ മാനസ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. സാധാരണ മനസ്സിലെ കള്ളത്തരമുള്ളവരാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അയ്യോ ഭാവന, സത്യമായിട്ട് എനിക്ക് കള്ളത്തരൊന്നുമില്ല. എന്നാൽ ഇനി മേലാൽ ഇങ്ങനെ ഒളിച്ചും പാത്തും ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്റെ സൂര്യ ഒരു കോമാളിയാവുന്ന എനിക്കിഷ്ടല്ല. കേട്ടല്ലോ? കേട്ടു. വാ. ഇതിൽ കൂടുതലൊന്നും നോക്കണ്ട തിരുമേനി. തിരുമേനി എനിക്കൊപ്പം നിന്നാ മതി. ഞാൻ പറയുന്നതേ അവിടെ നടക്കൂ. ആ സുമംഗലി പൂജയും സന്താന സൗഭാഗ്യ പൂജയും ഞാൻ നടത്താം. പക്ഷേ മകന്റെ ഭാര്യയല്ലാത്ത ആ കുട്ടിയെ എങ്ങനെയാ പൂജയ്ക്ക് ഇരുത്തുന്നത്? ഞാൻ പറഞ്ഞില്ലേ തിരുമേനി, വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഈ പൂജയോടെ ഭാവന സ്വയം അവിടുന്ന് ഒഴിഞ്ഞു പോകണം. അതിനുവേണ്ടിയാ ഞാൻ ഇങ്ങനൊരു പൂജ തന്നെ പ്ലാൻ ചെയ്തത്. അങ്ങാവുമ്പോ ജ്യോത്സ്യവും പൂജാവിധികളും കൈകാര്യം ചെയ്യുന്ന ആളല്ലേ. അതുകൊണ്ട് അങ്ങ് പറയുന്നത് എന്തും ആരും വിശ്വസിക്കും എന്ന് കരുതി ആരും ചെയ്യാത്ത ചടങ്ങൊക്കെ ചെയ്യാൻ പറ്റുമോ? വിശ്വാസം ഒരാൾക്ക് മാത്രം പോരല്ലോ. തിരുമേനി, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ ഞാൻ ഈ യാചിക്കുന്നത്. ഇനിയും കാശ് എത്ര വേണമെങ്കിലും ഞാൻ തരാം. ഇതൊരു അഡ്വാൻസ് ആയി കണ്ടാ മതി. എനിക്ക് പ്രധാനം എന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പാ. അതിനുവേണ്ടി മാത്രം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. തിരുമേനി ഒന്ന് സഹകരിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ തിരുമേനി ചെയ്യണം. തിരുമേനിക്ക് ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. ആ കുട്ടിയുടെ പേര് ഭാവന അല്ലേ? അതെ തിരുമേനി. എന്റെ ഏട്ടന്റെ മോളുടെ പേര് മാനസ. ഈ പറഞ്ഞ പ്രകാരമുള്ള ചടങ്ങുകൾ അവിടെ എല്ലാവർക്കും വിശ്വാസമാവുമോ? അതൊക്കെ വിശ്വസിച്ചോളാം തിരുമേനി. ഞാൻ ആ രീതിയിൽ തന്നെ സംസാരിച്ചോളാം. പ്രശ്നവശാൽ തെളിഞ്ഞ കാര്യങ്ങൾക്കാണ് പരിഹാര പൂജ നടത്തുന്നതെന്ന് ഞാൻ പറഞ്ഞോളാം. പ്രശ്നവശാൽ തെളിഞ്ഞതിൽ ആശ്വസിക്കാനുള്ളത് കുഞ്ഞിന്റെ ജനനമാണ്. മകന്റെ കുഞ്ഞ് നല്ല മുഹൂർത്തത്തിൽ തന്നെ പിറവി കൊള്ളും. അതോടെ കുടുംബത്തിന്റെ എല്ലാ ദുരിതങ്ങളും മാറുകയും ചെയ്യും. എനിക്കത് മതി തിരുമേനി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ പൊക്കോളൂ. പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തോളൂ. അറിയാലോ, ഹോമകുണ്ടം നിർബന്ധമായും വേണം. അതൊക്കെ ഞാൻ ചെയ്തോളാം തിരുമേനി. എന്നാ ശരി. നീ രാവിലെ എവിടെ പോയതാ? ഞാൻ ജോൽസിനെ ഒന്ന് കാണാൻ പോയതാ ദേവേട്ടാ. അതെന്താ പെട്ടെന്നൊരു തീരുമാനം? നിനക്കൊന്നും പറഞ്ഞിട്ട് പോയി കൂടായിരുന്നോ? രാവിലെ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. നിന്നെ ഭാവനയും സൂര്യൻ തിരക്കണ്ടായിരുന്നു. അതിരിക്കട്ടെ, എന്തിനാ ഇപ്പൊ ജോലിസിനെ കാണാൻ പോയെ? കുറെ നാളായില്ലേ ഈ വീട്ടിലൊരു പൂജ നടത്തിയിട്ട്. അതുകൊണ്ട് ദോഷങ്ങളെല്ലാം മാറാൻ വേണ്ടിട്ട് ഒരു ഐശ്വര്യ പൂജ നടത്താന്ന് തീരുമാനിച്ചു. ആന്റി എവിടെ പോയതാ?
അതാ പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ ജോത്സിനെ കാണാൻ പോയതാ. ഇവിടെ ഒരു ഐശ്വര്യ പൂജ നടത്താന്ന് തീരുമാനിച്ചു. എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു പൂജ? എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ. മാത്രമല്ല, ഭാവനയ്ക്ക് ഇപ്പൊ സമയം തീരെ മോശ. ഒരു പൂജ നടത്തിയ കുറെയൊക്കെ ദോഷം മാറും. മാനസികം ഇപ്പൊ നല്ല അസ്വസ്ഥതകളുണ്ട്. എല്ലാത്തിനും പരിഹാരം കണ്ടില്ലെങ്കിൽ അത് കുഞ്ഞിനെയും ബാധിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ചോദിക്കുക, ഇത് നിന്റെ തീരുമാനമാണോ അതോ മറ്റാരെങ്കിലും ഉപദേശിച്ചിട്ടാണോ? ഉപദേശം തന്നത് തന്നെയാ. കുടുംബത്തിലെ ചെറിയ ചെറിയ അരിഷ്ടതകൾ മാറാൻ വേണ്ടിയാ ഞാൻ ജോത്സിനെ പോയി കണ്ടത്. അങ്ങനെ ജോത്സിനാ പറഞ്ഞത് ഒരു പൂജ നടത്തണമെന്ന്. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അദ്ദേഹത്തിനാവുമ്പോ പൂജാവിധികളൊക്കെ അറിയാലോ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എന്താടാ ദൈവദോഷം പറയുന്നത്? വിശ്വാസങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാ, അത് നീ മറക്കരുത്. ഈ ഭാവനയെ കിട്ടാൻ വേണ്ടി നീ പോയി തല മുണ്ടനം ചെയ്ത് നേർച്ചയും പൂർത്തിയാക്കി വന്നതൊന്നും മറന്നിട്ടില്ലല്ലോ. എന്താടാ, നീ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ പോയി തല മൊട്ടയടിച്ചിട്ട് വന്നത്? ഓ, ഇപ്പോഴും നീ അതൊന്നും മറന്നിട്ടില്ലല്ലേ? അതെങ്ങനെ മറക്കും? എന്റെ മോന്റെ അപൂർവം ചില നല്ല കാര്യങ്ങളിൽ ഒന്നല്ലേ ആ സംഭവം. ശോ. അമ്മയ്ക്കിപ്പൊ പൂജ നടത്തണം, അത്രയല്ലേ ഉള്ളൂ. നടത്തിയ മാത്രം പോരാ, എല്ലാവരും നാളെ ഇവിടെ ഉണ്ടാവണം. നാളെയാണോ പൂജ? അതെ. നല്ല കാര്യങ്ങളൊന്നും നീട്ടിക്കൊണ്ടുപോവാൻ പാടില്ല. മാത്രമല്ല, നാളെ പ്രകാരം നോക്കുകയാണെങ്കിൽ നാളെ ഭഗവാന്റെ നാളാ. നടക്കട്ടെ ആന്റി, നല്ല കാര്യല്ലേ? നമ്മള് മാത്രമല്ല, ഭാവനയുടെ വീട്ടിലുള്ളവരും വേണം. ഇപ്പോ അവരെ കൂടി ബുദ്ധിമുട്ടിക്കണോ? ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലല്ലോ ദേവേട്ടാ, ദൈവിക കാര്യമല്ലേ. ഓ, എന്താ സൂര്യ, ആന്റിയുടെ ആഗ്രഹമല്ലേ? ആരെ വേണമെങ്കിലും വിളിക്കട്ടെ. കണ്ടോ, ഭാവനയ്ക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായി. ഭാവന, നീ വീട്ടിൽ വിളിച്ച് പറയുന്നോ അതോ ഞാൻ വിളിച്ച് പറയണോ? അമ്മ തന്നെ വിളിച്ചാ മതി, അതല്ലേ ഒരു മര്യാദ. ആ, എന്നാ പിന്നെ ഞാൻ തന്നെ വിളിച്ചോളാം. ആ, പിന്നെ കുറച്ച് സാധനങ്ങൾ നീ തന്നെ വാങ്ങിച്ചു തരണം. ലിസ്റ്റ് ഞാൻ തരാം. ആയിക്കോട്ടെ. അമ്മയുടെ ഐഡിയ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അച്ഛാ. ശരിക്കും എന്തായാലും നിന്റെ അമ്മ നല്ല സന്തോഷത്തിലാ. ഇനി മനസ്സിൽ എന്താണോ എന്തോ. നമുക്ക് നോക്കണം. അതെ, നീ അവള് പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു തരും, അല്ലെങ്കിൽ ഞാൻ തന്നെ പോവേണ്ടി വരും. ചെല്ല്. ശരി അച്ഛാ. ഭാവന, താൻ വരുന്നുണ്ടോ? എവിടെ? അമ്മ പറഞ്ഞു കേട്ടില്ലേ, പൂജയ്ക്കുള്ള ഏതാണ്ടൊക്കെ വാങ്ങണോന്ന്. സൂര്യ പോയിട്ട് വന്നാ മതി. എന്താ ഭാവന, നാളെ പൂജ നടക്കുന്നതിൽ തനിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഒരു നല്ല കാര്യം നടക്കുന്നതിൽ എനിക്കൊരു എതിർപ്പും ഇല്ല സൂര്യ. പക്ഷേ ആന്റി എനിക്ക് എന്തോ ദോഷമുണ്ടെന്ന് പറഞ്ഞത് എന്താന്നോ എനിക്ക് മനസ്സിലാവാത്ത. അമ്മയെ തനിക്കറിയാലോ.